ഹൈ ക്വാളിറ്റിയിൽ ബ്രാൻഡഡ് ടൈപ്പ് സ്പീക്കേഴ്സ് ബഡ്ജറ്റ് ലെവലിൽ, അതായത് പ്രൈസ് കുറച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ബ്രാൻഡഡ് ക്വാളിറ്റിയിൽ സ്പീക്കേഴ്സ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാം. പക്ഷേ ബഡ്ജറ്റ് കുറച്ചിട്ട് ചിലവ് ചുരുക്കി നമുക്കത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ രണ്ടു തരമാണുള്ളത്. അപ്പോൾ ഈ കൈ പിടിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 8 ഇഞ്ച് വൂഫറാണ്. അത്യാവശ്യം മാന്യമായ ഒരു ക്വാളിറ്റി, മാന്യമായ ഒരു വില തരുന്ന ഒരു ബ്രാൻഡാണ്. ആ കമ്പനി പേര് ഞാൻ പറയുന്നില്ല. ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ, ഈ ഒരു പേപ്പർ കോൺ, ഈ ഒരു റബ്ബർ സറൗണ്ട്, ഇതെല്ലാം വെച്ചിട്ട് ഇതിനാവശ്യമായ മാഗ്നറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു വൂഫറിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള സൗണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിന് അത്യാവശ്യം നമ്മളെ നാടൻ ഓർഡിനറി വളരെ ചീപ്പ് സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഡബിളിലേറെ വിലയുള്ള ബ്രാൻഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നമുക്ക് നാട്ടിൽ ഇമ്പ്രസീവാണ്. ചെയ്ത് കഴിഞ്ഞാൽ വാവ് പറയാനുള്ള ഒരു സാധനമുണ്ട്. ആ ഒരു വിലക്ക്, ഒരു മാന്യ വിലക്ക്, അതായത് ഒരു ബിലോ 15,000 ഒരു 3-way സ്പീക്കർ ചെയ്തെടുക്കാം. ഈ ടൈപ്പ് 8 ഇഞ്ച് വൂഫർ വെച്ചിട്ട് ബിലോ 10,000 അല്ലെങ്കിൽ അറൗണ്ട് 10,000 ഇതിൻ്റെ 6 ഇഞ്ച് വൂഫർ വെച്ചിട്ട് നമുക്ക് 3-way സ്പീക്കേഴ്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. അതേസമയം ബ്രാൻഡഡ് ക്വാളിറ്റി, അതായത് ആ മാക്സിമം സെൻസിറ്റിവിറ്റി, മാക്സിമം ഡീറ്റെയിൽസ്, അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓഡിയോ സിസ്റ്റത്തിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത്രയും ക്വാളിറ്റി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ, ആ ഒരു ലൈവ് സൗണ്ട്, ഒരു വാം സൗണ്ട് കിട്ടുമോ വെച്ചാൽ അത് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാരണമൊന്നുമല്ല, വിലയും ബില്ലും വ്യത്യാസമുണ്ട്. മറ്റേതിൻ്റെ വില വളരെ കൂടുതലാണ്. അത് നിങ്ങൾക്ക് ആർക്കും ചോദിച്ചറിയാൻ വളരെ സിമ്പിളാണ്. ആ ഒരു ക്വാളിറ്റി കിട്ടാൻ, ചിലവ് ചുരുക്കി കിട്ടാനാണെങ്കിൽ 1-2 ഓപ്ഷൻ ഉള്ളത്, നമ്മൾ കുറച്ച് പഴയതിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലർ ചെയ്യുന്നൊരു കാര്യമാണ്, ചിലർ ഇങ്ങനെയുള്ള സോണിയുടെ, മറ്റേ സാംസങ്, അതുപോലെ പാനാസോണിക്, അങ്ങനെയൊക്കെയുള്ള JVC, അതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള റെഡി 2-in-1 സ്പീക്കേഴ്സ്, പഴയ CDs പ്ലെയർ സിസ്റ്റം അല്ലേ, അങ്ങനത്തെയൊക്കെ സിസ്റ്റത്തിൻ്റെ സ്പീക്കേഴ്സ് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ല അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. നല്ല ഒരു ബേസ് ലെവൽ ഇങ്ങനെയുള്ള സോണിയിൽ നിന്ന് കിട്ടും. അതേപോലെ ഇതും മറ്റൊരു സോണിയാണ്. ഇത് ഇവിടെ സർവീസിന് വന്നതാണ്. ആദ്യത്തേത് ആമ്പ് ചെയ്യാൻ വന്നതാണ്, ഇത് സർവീസിന് വന്നതാണ്. അപ്പോൾ സർവീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ചെറിയ ചിലപ്പുണ്ട്. അപ്പോൾ അത് സർവീസ് ചെയ്യണം. ഇത് മെയിൻലി ഇതിൻ്റെ ബോക്സ് മൊത്തം ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സ് റീസ്റ്റോർ ചെയ്യുക, അതായത് പുതിയതായിട്ട് ബോക്സ് ചെയ്തിട്ട് ഈ ഓഫർ അതിലേക്ക് പ്ലേസ് ചെയ്യുക, അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ ആ മേക്കിംഗ് മാക്സിമം ബെസ്റ്റായിട്ട് ചെയ്യണം. ഇവിടെ അതിൻ്റെ ഒരു AV ഈക്വലൈസർ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനത്തെയൊക്കെയുള്ള ഇത് കുറച്ചൊരു വിൻറ്റേജിനോട് അടുത്ത് പോകുന്ന ടൈപ്പാണ്. ഇതിൽ നിന്ന് അത്യാവശ്യം ക്വാളിറ്റി കിട്ടും. നേരത്തെ കാണിച്ച മോഡലിനെ കാട്ടും. അക്വാസ്റ്റിക് ഫ്ലാറ്റ് ഡയഫ്രം എന്നോ അങ്ങനെ ഒരു പേരിലാണ് നമ്മളെ AFD സ്പീക്കേഴ്സ് വന്നില്ല. ആ ഒരു മോഡലിൽ തന്നെയുള്ളത് ഷീൽഡ് ടൈപ്പാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേക സൗണ്ട് ഉണ്ട്, പ്രത്യേക സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ബേസ് എന്നല്ലാതെ ഇതിനൊരു വൈഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പീക്കേഴ്സ് ഇപ്പോൾ 2 എണ്ണം ലെഫ്റ്റ് ആൻഡ് റൈറ്റിന് ഒരു 4,000-5,000 രൂപ കിട്ടുകയാണെങ്കിൽ ഏതാണ് ലാഭം? അപ്പോൾ പൈസ കുറച്ചിട്ട് ഹൈ ക്വാളിറ്റി കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പഴയത് വിൻറ്റേജ് മോഡൽസിലേക്ക് പോയിട്ട് ആ മോഡൽ സെലക്ട് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെ ഈ പൈസ കുറച്ച് നല്ല ക്വാളിറ്റി കിട്ടും എന്ന് ചോദിക്കുമ്പോൾ ഇതിലും കൂടുതൽ എൻ്റെ അറിവിലൊരു ഉത്തരവില്ല. അസംബിൾ ചെയ്തെടുക്കുമ്പോൾ ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ക്വാളിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് നല്ല എമൗണ്ട് ആവും. ഈ സാധനം ഇറങ്ങിയിരുന്ന കാലത്തുണ്ടായിരുന്ന പ്രൈസ് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ആ ഒരു വാല്യൂ തന്നെ ഇപ്പോഴും നമ്മൾ ബ്രാൻഡ് ക്വാളിറ്റി കിട്ടുമ്പോൾ കൊടുക്കണം. ബ്രാൻഡഡ് ക്വാളിറ്റി നമുക്ക് അസംബിൾ ചെയ്യാം, അപ്പോഴും ഈ സെയിം ആ ബ്രാൻഡിൻ്റെ പ്രൈസ് തന്നെ വരും. ബ്രാൻഡഡ് ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, ഹൈ എഫിഷ്യൻസി എല്ലാം അസംബിൾ ചെയ്യാം, ഹൈ പ്രൈസ് വരും, പ്രീമിയം സ്പീക്കേഴ്സായി മാറും. കഴിയാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് വിൻറ്റേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് ഏതെങ്കിലും തരത്തിലുള്ള വിൻറ്റേജസ് സെലക്ട് ചെയ്യുക, നല്ല എക്സ്പീരിയൻസ് കിട്ടും. ഞാൻ ഇപ്പോൾ ഏറ്റവും മെയിൻലി ആംപ്ലിഫയർ വർക്ക് നിർത്തിയിട്ടുണ്ട്. മീൻസ് ആംപ്ലിഫയർ ഓർഡർ എടുക്കില്ല. ആംപ്ലിഫയർ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ആംപ്ലിഫയർ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൊടുക്കും, അത് റെഡി ആയാൽ മാത്രം. ഏറ്റവും കൂടുതൽ ഓർഡർ എടുക്കുന്നത് ഇപ്പോൾ സ്പീക്കേഴ്സിനാണ്. ഏത് ടൈപ്പ് സ്പീക്കേഴ്സ് ആയാലും, സാറ്റലൈറ്റ് ടൈപ്പ്, ചെറിയ ടൈപ്പ് മുതൽ ഹെവി ടൈപ്പ് വരെ, ഈവൻ PA ടൈപ്പ് വരെ നമ്മൾ ഓർഡർ എടുക്കും. ഇങ്ങനെ ആവറേജ് ടൈപ്പ് സ്പീക്കേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 6 ഇഞ്ച് 3-way ആവറേജ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്നോട് അടുത്ത് കിട്ടുന്ന, അത്യാവശ്യം വൃത്തിയിൽ ആ ഒരു പ്രൈസിന് കിട്ടുന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ തന്നെ ആ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം അറൗണ്ട് 10,000 വരും. 6 ഇഞ്ച് 3-way വിൻറ്റേജസ് കിട്ടാൻ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ വല്ല ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അങ്ങനെയുള്ള അതിലൊക്കെ ഓപ്ഷൻസ് നോക്കാം. നിങ്ങൾക്ക് അതുപോലെ വിൻറ്റേജ് സെയിൽ ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അതിലൂടെ സെലക്ട് ചെയ്യാം. അപ്പം സ്പീക്കേഴ്സ് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ, സ്പീക്കേഴ്സ് ഓൺലി റീസ്റ്റോർ ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്യുക. ആംപ്ലിഫയർ ഓൺലി അല്ല, ആംപ്ലിഫയർ വിത്ത് ആംപ്ലിഫയറും അല്ല, ഓൺലി സ്പീക്കേഴ്സ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ മാറിയിട്ടുണ്ട്, ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നുള്ള ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ തരാം.